ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ഡംബൽസ് വെച്ചിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് ഒരാഴ്ചയിൽ ഒരു 3 ദിവസം ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് എത്ര തിരക്കുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് ചിലവഴിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫുൾ ബോഡിക്കുള്ള എക്സസൈസുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ജിമ്മിലൊന്നും പോയി വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടണമെന്നില്ല. അതിപ്പം ആർക്കാണെങ്കിലും ശരി തന്നെ. ഇപ്പം എനിക്ക് പോലും ഇപ്പം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ഓക്കെ, അപ്പം മിക്കവാറും ആൾക്കാരുടെയൊക്കെ അവസ്ഥ ഇതായിരിക്കും. അപ്പം സമയമുള്ളവർക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനൊക്കെ പറ്റും, മെഷീനറീസുകൾ ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ചില ആൾക്കാർക്ക് അത് സാധിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ബോഡി അവരുടെ ഒരു ഫിറ്റ്നസ്സൊക്കെ നിലനിർത്താനായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്. നിങ്ങൾക്ക് പക്ഷേ 2 ഡംബൽസിൻ്റെ ആവശ്യമുണ്ടെന്ന് മാത്രം. ഓക്കെ, ലൈറ്റ് വെയ്റ്റ് ഡംബലാണെങ്കിലും നോ പ്രോബ്ലം. നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫുൾ ബോഡിയെ നമുക്ക് ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ 10 മിനിറ്റ് ഇത് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കിത് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാം. നല്ല ബെനിഫിറ്റുള്ള വർക്കൗട്ടുകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫ്രണ്ട്സ്, ഞാൻ തന്നെയാണ് ക്യാമറമാനും ഞാൻ തന്നെയാണ് സംവിധാനവും ഒക്കെ. ഓക്കെ, ഞാൻ ക്യാമറ അവിടെ ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ വർക്കൗട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്തായാലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യുന്ന ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഡംബൽ സ്ക്വാട്ടാണ്. ഓക്കെ, ഡംബൽ ഇങ്ങനെ കൈകളിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ സ്ക്വാട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. അപ്പം നിങ്ങളിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 റപ്സാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓർക്കുക, നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുന്ന വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ റെസ്റ്റ് ടൈം വളരെ കുറവായിരിക്കും. അപ്പം ഒരു 15 റപ്സ് നിങ്ങളിങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 5 തൊട്ട് 10 സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോവുക. അപ്പം ഇനി അല്പം മ്യൂസിക് ആവാം. അപ്പോൾ ഫ്രണ്ട്സ്, രണ്ടാമത്തെ വർക്കൗട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലഞ്ചസ് ആണ്. ഓക്കെ, ലഞ്ചസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോ കാലിലും 10 റപ്സ് വെച്ചാണ് ലഞ്ചസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബ്രീത്തിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, നിങ്ങൾ അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്. അപ്പം അടുത്ത വർക്കൗട്ട് നമ്മൾ ഷോൾഡറിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഡംബൽ ഓവർഹെഡ് പ്രസ്സാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ 15 റപ്സ് ചെയ്യുക. ഓക്കെ, അപ്പം ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ സാവധാനത്തിൽ ചെയ്താൽ മതിയാവും. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും ഈ വർക്കൗട്ട് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങൾ ഡംബൽ താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, മേലോട്ട് പോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇത് 15 റപ്സ് ചെയ്യുക. അടുത്തതും ഷോൾഡറിൻ്റെ വർക്കൗട്ട് തന്നെയാണ്. സൈഡ് ലാറ്ററൽ റൈസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇതും നിങ്ങൾ 15 റപ്സാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ബോഡി എന്നിട്ട് ഷെയ്ക്ക് ആക്കരുത് ഒരിക്കലും കേട്ടോ. നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് തന്നെ ഈ വർക്കൗട്ട് ചെയ്യണം. ഇത് നമ്മുടെ സൈഡ് ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം ഇത് നിങ്ങൾ 15 റപ്സ് ചെയ്യുക. ബ്രീത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് ഡംബൽസ് കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, മേളിലോട്ട് ഇതിനൊക്കെ നമ്മൾ അപ്പ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വർക്കൗട്ട് ബൈസെപ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ബൈസെപ്സ് സ്കെയിലാണ് ആദ്യം ചെയ്യുന്നത്, ഡംബൽ കേൾ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം മാക്സിമം പിടിച്ച് സ്ലോവിൽ തന്നെ വെയിറ്റ് നിങ്ങൾ ഇറക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ 15 റപ്സാണ് ചെയ്യേണ്ടത്. അപ്പം ശ്രദ്ധിക്കുക, താഴോട്ട് ഡംബൽസ് കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ടുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. 15 റപ്സ് ചെയ്യുക. അതിനുശേഷം 5 തൊട്ട് 10 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക.
അടുത്ത് ചെയ്യുന്നത് ബൈസെപ്സിന് വേണ്ടി തന്നെ ഡംബൽ ഹാമർ കേളാണ്. അപ്പോൾ ഹാമർ കേൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൈകളുടെ പൊസിഷൻ ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് താഴോട്ട് വരുന്ന സമയത്ത് മാക്സിമം പതുക്കെ കൺട്രോൾ ചെയ്ത് വെയിറ്റ് കൊണ്ടുവരിക. ഓക്കെ, അപ്പം ബ്രീത്തിങ്ങും അതേ കണക്ക് തന്നെയാണ്. താഴോട്ട് ഡംബൽസ് വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ 15 റെപ്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും 5 തൊട്ട് 10 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് നമ്മൾ ട്രൈസെപ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ട്രൈസെപ്സ് ഡിപ്സ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനൊരു ചെയറോ സോഫയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഈ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പം മാക്സിമം നല്ല രീതിയിൽ ട്രൈസെപ്സ് സ്ക്വീസ് ചെയ്തുകൊണ്ട് തന്നെ ഈ വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പം 15 റെപ്സ് ചെയ്യുക. അതേ കണക്ക് തന്നെ നിങ്ങൾ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അടുത്ത ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് ട്രൈസെപ്സ് ഓവർ ഹെഡ് എക്സ്റ്റൻഷനാണ്. ഓക്കെ, അത് ഒരു ഡംബൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ വർക്കൗട്ടും നിങ്ങൾ 15 റെപ്സ് ചെയ്യുക. ഇത് നിങ്ങളുടെ ട്രൈസെപ്സിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അടുത്ത ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് പുഷപ്സ്, ഡിക്ലൈൻ പുഷപ്സ് ആണ്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാ നോർമൽ പുഷപ്സ് ചെയ്താലും മതിയാവും. പക്ഷേ 15 റെപ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം പുഷപ്സിൻ്റെ ബ്രീത്തിങ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. താഴോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ട് അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. 15 റെപ്സ് ചെയ്യുക. അടുത്ത നമ്മുടെ വർക്കൗട്ട് ഡംബൽസ് വെച്ചിട്ട് നമ്മൾ ചെസ്റ്റ് ഫ്ലൈസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതും നിങ്ങൾ 15 റെപ്സ് ചെയ്യുക. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതേ കണക്ക് താഴോട്ട് ഡംബൽ കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ട് ഇതിനൊക്കെ വരുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. മാക്സിമം സ്ലോവിൽ നമ്മുടെ മസിൽസിന് ആ ഒരു കൺട്രാക്ഷൻ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പം 15 റെപ്സ് ചെയ്യുക. അടുത്തത് ബാക്കിന് വേണ്ടിയിട്ടുള്ള 2 വർക്കൗട്ടുകളാണ്. ആദ്യം ചെയ്യുന്നത് ഡംബൽ ബെൻഡ് ഓവർ റോ. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ 15 റെപ്സ് ചെയ്യുക. 15 റെപ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ 5 തൊട്ട് 10 സെക്കൻഡ് റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോകും. അത് നമ്മുടെ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഓക്കെ, അതും ബാക്കിന് നല്ല വർക്കൗട്ടാണ്. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡംബൽ താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മുകളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഡംബിൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം കണ്ടില്ലേ, ഇങ്ങനെയാണ് ഡെഡ് ലിഫ്റ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങളുടെ ബോഡി പോസ്ചർ തെറ്റിയൊന്നും പോകരുത്. ലോവർ ബാക്കിന് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഇതേ കണക്ക് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴോട്ട് വരിക, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്.
ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് ബാക്കിന് നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഇതും കൂടി ആകുമ്പോൾ നമ്മുടെ വർക്കൗട്ട് ഫിനിഷ് ആവുന്നതായിരിക്കും. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 2 ഡംബിൾസ് ഉണ്ടെങ്കിൽ ഫുൾ ബോഡി വർക്കൗട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.